NSS SNDP ഐക്യമെന്ന് പറയാറായിട്ടേ ഇല്ല. ഐക്യ കാഹളമെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ കുറച്ചു ദിവസത്തെ ഐക്യശ്രമത്തെ. ആ ഐക്യ പ്രഖ്യാപനം ഒരാഴ്ച മാത്രമാണ് ആകെ നീണ്ടുനിന്നത്. നാളെ ഉറപ്പായും സംഭവിക്കാമായിരുന്ന വേർവിരിയൽ വിടരും മുൻപേ കൊഴിഞ്ഞ പുഷ്പം പോലെയായി മാറിയെന്നത് കാവ്യവാചകത്തിൽ നമുക്ക് പറയാൻ കഴിയും. മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയുള്ള നായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയ വിഭജന മുദ്രാവാക്യത്തിന്റെ അപകടം NSS തിരിച്ചറിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അതിനെ ചെറുതായി കാണാനും നമുക്ക് കഴിയില്ല. വെള്ളാപ്പള്ളി കുടപിടിക്കുന്നത് LDF-നെ അധികാരത്തിൽ എത്തിക്കാനാണെന്ന ചിന്തയും പിന്മാറ്റത്തിന് വഴിവെച്ചു. നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSS-ഉമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പതിറ്റാണ്ട് മുൻപത്തെ ഐക്യപ്രഖ്യാപനം നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കിയത് പുതിയ രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ഒരു വശത്ത് മുസ്ലിങ്ങൾ, മറുവശത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം. ഇത് ഇടതുപക്ഷത്തെ സഹായിക്കാനായിരുന്നു. സമദൂരം പയറ്റുന്ന NSS-നെ കുരുക്കിലാക്കുന്നതായി ഈ നിലപാട്. മുൻപൊക്കെ വൈകി വന്ന ബോധ്യം ഇക്കുറി ഒട്ടും വൈകിയില്ല. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കാനാണ് ഈ ഐക്യമെന്ന NSS-ന്റെ തിരിച്ചറിവാണ് നായർ ഈഴവ ഐക്യം പാളാൻ കാരണമായത്. നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തന്നെ അർത്ഥം ആർക്ക് വേണ്ടിയത്? ഇത്തവണ നായർ ഈഴവ ഐക്യത്തിനായി വെള്ളാപ്പള്ളി നടേശൻ മുൻകൈയെടുക്കുന്നത് പിണറായി ഭരണം തുടരാനാണ്. അതിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രയത്നിക്കുന്ന BJP-യുടെ താല്പര്യവും വ്യക്തമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഹിന്ദു ഐക്യമോഹം നായാടി മുതൽ നസ്രാണി വരെ എന്ന ഹിന്ദു ക്രിസ്ത്യൻ ഐക്യ അജണ്ടയായി മാറിയതും അതുകൊണ്ടാണ്. NSS-നെ കൂടെ കൂട്ടാൻ CPM-നൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ BJP മുന്നണിയിലുള്ള മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതാണ് രാഷ്ട്രീയ ലക്ഷ്യം ചിന്തിപ്പിച്ചതെന്ന് G. സുകുമാരൻ നായർ പറയുകയാണ്. പക്ഷെ അത് മാത്രമല്ല, വെള്ളാപ്പള്ളിയും CPM-ഉം BJP-യും പറയുന്നത് ഒരേ ഭാഷയിലാണ്. കോൺഗ്രസ് മുസ്ലിം പ്രീണന പാർട്ടിയാണെന്ന ഒരേ നാവാണ്. മുൻപ് 2 തവണ തകർന്ന NSS SNDP ഐക്യം മൊട്ടിട്ടാലും നിലനിർത്തുക എളുപ്പമായിരുന്നില്ല. കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെന്ന് ഈഴവ നേതാവ് പ്രചാരകനാകുമ്പോൾ നമുക്ക് 1959-ലെ NSS SNDP ചരിത്രമൊന്ന് ചെയ്യാം. മന്നത്ത് പത്മനാഭനും R. ശങ്കറും കൂടി NSS SNDP ലയനം വരെ ചിന്തിച്ച കാലമാണത്. ഇന്ന് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയെന്ന വിഷയമാണെങ്കിൽ അന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഭരണമെന്ന മുദ്രാവാക്യമായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മുന്നണി രാഷ്ട്രീയം പ്രസക്തമായതോടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ റോൾ ഏറ്റെടുത്തു. ആദ്യ ഐക്യം തകർന്നത് UDF ഭരണകാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സംവരണത്തിലും ക്രമക്കേടിലും തട്ടിയാണ്. NSS SNDP രണ്ടാം ഐക്യം ഉമ്മൻചാണ്ടി ഭരണത്തിലെ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തിനെതിരെയായിരുന്നു. SNDP ലീഗുമായി സഹകരിച്ചതോടെ ആ ഐക്യം തകർന്നടിഞ്ഞു. സമദൂരത്തിൽ ശരിദൂരവും പറയുന്ന NSS-ന് ഏതെങ്കിലും ഒരു സമുദായത്തോടോ മതത്തോടോ രാഷ്ട്രീയ പാർട്ടിയോടോ അകലം പാലിക്കാനാവില്ല. കാരണം NSS-ൽ CPM മനസ്സുള്ളവരും കോൺഗ്രസ് മനസ്സുള്ളവരും BJP മനസ്സുള്ളവരുമുണ്ട്. സമുദായ അംഗങ്ങളുടെ രാഷ്ട്രീയ വികാരം മാനിക്കാതെ സമദൂരത്തിൽ വെള്ളം ചേർത്താൽ ആത്മഹത്യാപരമാകുമെന്ന തിരിച്ചറിവാണ് നായർ ഈഴവ ഐക്യത്തിന്റെ തകർച്ച അനിവാര്യമാക്കിയത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രീയ വിശകലനങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, വല്ലാത്ത മോഹഭംഗം ആയി പോയോ CPM-ന്, SNDP-ക്ക്, LDF-ന്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. മാത്രമല്ല UDF-ന് അതൊരു വലിയ ആശ്വാസവുമാണ്. ഒരു BJP-ക്കും ഒരു ചെറിയ ആശ്വാസം. ഇതൊക്കെ പറയുമ്പോഴും സമദൂരം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഈ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇതാണ് ശരിദൂരം എന്ന് NSS-നെ പ്രഖ്യാപിക്കേണ്ടി വന്നു. അതിന് കാരണം ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ 28 പേരാണ് ഡയറക്ടർ ബോർഡിലുള്ളത്. അതിൽ 27 പേർ, മന്ത്രി KP ഗണേഷ് കുമാർ ഒഴികെ 28 പേർ പങ്കെടുത്ത് 27 പേർക്കും ഈ ശരിദൂരം മതി എന്നുള്ളൊരു നിലപാടായിരുന്നു എന്നാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തവർ നമ്മോട് തന്നെ വിശദീകരിച്ചത്. അപ്പോൾ നേരത്തെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇങ്ങനെ നേരത്തെ ഒരു ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിലും അത് സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭിന്നത, അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഇതല്ല നിലപാട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തന്നെയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. എന്തു തന്നെയായാലും ഒരു കാര്യം NSS-ന് ബോധ്യമായിട്ടുണ്ട്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനൊരു ഐക്യവുമായി മുന്നോട്ടിറങ്ങുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ്. അതായത് ആ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് SNDP എക്കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ്. അതിന് NSS-നെ കൂടി അവിടെ കൊണ്ട് കെട്ടാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കിയാണ് വേണ്ടിയുള്ള ഒരു വലിയ വിശാലമായ പ്ലാന്റെ ഭാഗമാണ് NSS-നെ ഐക്യത്തിനായി ക്ഷണിച്ച SNDP-യുടെ നടപടി എന്ന് വ്യാഖ്യാനിക്കപ്പെടില്ല. പക്ഷേ SNDP NSS
ലയനമല്ല ഒരു സഹകരണം. ആ സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഇടതുപക്ഷത്തിനൊപ്പം ഇപ്പോൾ നിൽക്കുമ്പോഴും അദ്ദേഹം തന്നെ ശംഖുമുഖത്ത് പ്രഖ്യാപിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ പാർട്ടി BDJS അത് NDAയിലുമാണ്. ഒരേ സമയം രണ്ട് വെള്ളത്തിൽ എന്നൊരു തോന്നലുണ്ടായോ? ഈ തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്കായി വിട്ടതും ഒരു പ്രശ്നമായി കണ്ടോ NSS? BJPയുടെ ഒരു താല്പര്യവും, അതായത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJPയുടെ ഒരു താല്പര്യവും ഇവിടെ UDF അധികാരത്തിൽ വരരുത് എന്നതാണ്. അതായത് ഒരു കൃത്യമായൊരു പക്ഷം വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കാണെങ്കിലും ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായും ഒരു ഇടതുപക്ഷ അനുകൂല CPM അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഭാഗമാണ്. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രീയവും കോൺഗ്രസിന് എതിരെ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുന്നണി ഭരണത്തിൽ വരുന്നതിന് എതിരായ ഒരു രാഷ്ട്രീയമാണ്. അതിന് NSSനെ കൂടി കൂട്ടുപിടിക്കുന്നു, NSSനെ കൂടി കരുവാക്കുന്നു എന്നൊരു ചിന്തയായിരിക്കും. കാരണം NSSന്റെ പ്രഖ്യാപിത നിലപാട് എന്നത് തന്നെ ഒരു സമദൂരമാണ്. സമദൂരത്തിൽ ചെറുദൂരമൊക്കെ പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു സമുദായ സംഘടനയോടോ ഒരു മതത്തോടോ ഒരു പ്രത്യേക ചായ്വില്ലാതെ സമദൂരമാണ് നിലപാടായി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള NSS ഒരു പക്ഷം പിടിക്കുന്ന, അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യമാണെങ്കിലും ഇനി തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യമാണെങ്കിലും, അപ്പോൾ അങ്ങനെ ഒരു പക്ഷം പിടിക്കുന്ന ഒരു നിലപാടിനൊപ്പം അല്ലെങ്കിൽ ആ ഒരു ശരിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഈ സമദൂരം എന്നത് അപ്രസക്തമാകും. പിന്നെ ഏറ്റവും പ്രധാനം, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളതാണ്. ആ മുദ്രാവാക്യത്തിൽ തന്നെ മാറ്റം വരുത്തി. നായാടി മുതൽ ഹൈന്ദവ ഐക്യമാണ് നേരത്തെ ഉദ്ദേശിച്ചത്. നായാടി മുതൽ നമ്പൂതിരി വരെ ഹൈന്ദവ ഐക്യമാണ് BDJSന്റെ പാർട്ടി പ്രഖ്യാപന സമയത്ത് വെള്ളാപ്പള്ളി പറഞ്ഞെങ്കിൽ ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ. അപ്പോൾ ഒരു ഭാഗത്ത് മറ്റു സമുദായത്തെ മാറ്റി നിർത്തുന്നോ? വർഗീയ ധ്രുവീകരണ സാഹചര്യമുണ്ടോ? ഇത്തരം അപകടമൊക്കെ NSS ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് പ്രശാന്ത് കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയമായും വലിയ പ്രാധാന്യമുള്ള തീരുമാനമാണ് NSSന്റെ ഭാഗത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് ഉണ്ടായിരിക്കുന്നത്.